തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഭരണം അട്ടിമറിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ടോ എന്നത് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെയാണ് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പുറത്തു വന്നത്. നിങ്ങളെല്ലാവരും വാർത്തയിൽ കണ്ടു കാണും. VV രാജേഷ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തിന്റെ മേയറെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനൊറ്റ മേയറേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെയൊക്കെ നാട്ടിലെ മേയർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. എല്ലാവരും ക്യാമറയും തൂക്കിക്കൊണ്ട് ഈ ഒരൊറ്റ മേയറുടെ പുറകെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേയ്സ്, അപ്പം ആ ഒരു ആളിനെ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാനാഥിനെ, കുറേ കൗൺസിലേഴ്സിനെയൊക്കെ ഈ ഒരു ഓഫീസ് ബിൽഡിങ്ങിലോട്ട് കടക്കാൻ സമ്മതിക്കാണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കൗൺസിലേഴ്സ് അതിഭീകരമായിട്ടുള്ള ബഹളം വെക്കുന്നതും ഇവരുടെ കൈയും കാലും പിടിച്ച് വലിക്കുന്നതും അങ്ങനെ ഇവർക്ക് പരിക്ക് പറ്റുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ പുറകിലത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെല്ലാവരും എന്താ പറയുക, 50 സീറ്റ് മേടിച്ചിട്ട് BJP അവിടെ ഭരണത്തിൽ വരും, ഒറ്റകക്ഷിയാവും ഇത്ര വലുതെന്നുള്ളത് ഇവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 45 വർഷത്തോളം ആ ഒരു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അപ്പം ഇത് ഇവർക്ക് ഇരുട്ടടി കിട്ടിയത് പോലത്തെ ഒരു സംഗതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ജനങ്ങളുടെ മാൻഡേറ്റ് ആണ്. ഇവരെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ്. അപ്പം 50 സീറ്റിൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്കും 50 സീറ്റൊക്കെ തന്നെയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് മൊത്തം 50 സീറ്റ്, BJPക്ക് 50 സീറ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അങ്ങനത്തെ ഒരു കണക്കാണ് അവിടെ ഉള്ളത്. അപ്പം ഇവർ ഭരണത്തിൽ കയറിയത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറി. അന്ന് തൊട്ട് എന്തൊക്കെ കാണിച്ചിട്ട് ഇവരെ പുറത്താക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇവർക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയത് അത് BJPക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വളരെ വലിയൊരു ഫോൾട്ടാണെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമല്ല, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സമയത്ത് ഇവരുടെ ഇൻഡിവിജ്വൽ ദൈവങ്ങൾ, ഇവരിഷ്ടമുള്ള ആറ്റുകാലമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ആ സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭാവികമായിട്ടും കേസ് കൊടുത്തു. ആ കേസിലൊരു വിധി വന്നു. സത്യപ്രതിജ്ഞ മാത്രമാണ് പക്ഷേ ഹൈക്കോടതി റദ്ദാക്കിയത്. ഇവരുടെ അതുവരെയുള്ള തീരുമാനങ്ങളും മറ്റൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഇവരുടെ പ്രവൃത്തികളൊക്കെ പുരോഗമിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഹൈക്കോടതി ഇത്രയും ഒരു ടൈം ലൈൻ കൊടുത്തു. ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ പല ആൾക്കാരും, പല MP-മാരും MLA-മാരൊക്കെ അല്ലാഹുവിൻ്റെ നാമത്തിലൊക്കെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പ്രശ്നമല്ല, ഇത് പ്രശ്നമാണ്. അപ്പം ഇവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ. ഇത്ര പച്ചയായിട്ട് അജണ്ടകൾ പൊളിയുന്ന ഒരു കാലത്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആവാണ്ടിരുന്നാൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിവേയ്സ്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെ ഇന്നലെ VV രാജേഷും ബാക്കിയുള്ള 19 പേരും കൂടിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഒരു പാർട്ടി പ്രവർത്തകന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കേസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് BJPയുടെ ഒരു കൗൺസിലറായിട്ടുള്ള സുഗതനെ ഇവർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇറങ്ങണേക്കാട്ടിൽ മുമ്പ് പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു, കാപ്പ കേസിലൊക്കെ പെടുത്തിയിട്ട് അകത്താക്കി. അതായത് എങ്ങനെയെങ്കിലൊക്കെ ഇവരുടെ ആ ഒരു മെജോറിറ്റി കുറയ്ക്കുക, ഇവരിനെ എന്താ പറയുക അസാധുവാക്കുക, ഇവരുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ റിസൾട്ടൊക്കെ അസാധുവാക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ BJPനെ എന്താ പറയുക കോർപ്പറേഷൻ്റെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഇവർക്കുള്ളതെന്നുള്ളത് പല കാഴ്ചകളും കാണുമ്പോൾ സാധാരണ കുറച്ച് ചോറ് കഴിക്കുന്ന മനുഷ്യന്മാർക്ക് തോന്നിപ്പോകും. അപ്പം ആ ഒരു കൗൺസിലർക്ക് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല, ബാക്കി എല്ലാ ആൾക്കാരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്തത് ഇവരോടൊന്നും പറഞ്ഞില്ല, ഇവരെ അറിയിച്ചില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളമാണ് പിന്നെ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. അങ്ങനെ അവർ മേയറുടെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുകയും മേയറെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു എന്നുള്ളൊരു ആരോപണവും, മേയറും കൂട്ടരും ഓഫീസിലോട്ട് വന്നപ്പം മുൻവാതിലൂടെ കടക്കാനായിട്ട് ഇവർ സമ്മതിക്കാണ്ടിരിക്കുന്നതിൻ്റെ കുറേ വിഷ്വൽസും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ പറയുക, നാണമാവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ചോദിക്കാനായിട്ടുള്ളത്. അപ്പം ഇവരുടെ പ്രശ്നത്തിൻ്റെ ആധികാരികമായിട്ടുള്ള കാരണം എന്താണെന്ന് ഇന്നലെ VV രാജേഷ് തന്നെ പത്രമാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടു. വേറൊന്നുമല്ല, ഇദ്ദേഹം ഇവിടെ കുറേ അധികം കെട്ടിടങ്ങൾ എന്താ പറയുക അനധികൃതമായിട്ട് പണിയെടുക്കുന്ന കെട്ടിടങ്ങൾ പിടിച്ചെടുക്കുന്നു, കുറേ ഫീസ് കുറച്ച് കൊടുത്തിട്ടുള്ള കുറേ കെട്ടിടങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ കോർപ്പറേഷൻ്റെ ഫണ്ട് മുക്കിയതും കുറേ ആൾക്കാർ പലതും കൈവശപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ട് തന്നെ പൊളിച്ചടക്കുന്നുണ്ട്. അപ്പം ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങുകളിൽ പലതും
ബിനാമികളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന 45 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ ചില നേതാക്കളാണെന്നും അപ്പം അതൊക്കെ പിടിച്ചെടുക്കുകയും അവിടുത്തെ അഴിമതികളൊക്കെ നിർത്തലാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ പട്ടിണിയിലായി പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് വി രാജേഷ് ഇന്നലെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വേറെ ആൾക്കാർ വരും എന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയില്ലാണ്ടിരുന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് BJP പോലൊരു പാർട്ടി എന്താ പറയുക കോർപ്പറേഷൻ്റെ അധികാരത്തിൽ വരികയും ആ സമയത്ത് ഇവരുടെ അഴിമതികൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞടങ്ങുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നല്ല ഭയം ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു അട്ടിമറി ആ കോർപ്പറേഷനിൽ നടക്കും എന്നുള്ളത് സത്യം പറയട്ടെ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. BJPക്ക് ഒരു കോർപ്പറേഷനൊക്കെ കേരളത്തിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ ഒരു അടിമ മൈൻഡ് സെറ്റ്, ലൈക്ക് ഞാൻ ഇന്ന ആൾക്കേ വോട്ട് ചെയ്യൂ എന്നുള്ളത് ചെറുപ്പം തൊട്ട് തന്നെ ഫീഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതിനെ കൊണ്ട് ഇവരൊക്കെ മാറി ചിന്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കും BJP കോർപ്പറേഷൻ പിടിച്ചത്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഞാനും ഇങ്ങനെ കിട്ടിയോ അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ് ഞാനും കണ്ടുകൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ കാര്യം 45 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പം തൊട്ട് ഇവർ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ എന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഇഷ്യൂ ഇവർ വലിയ സംഭവമാക്കിയത് നമ്മൾ കണ്ടതാണ്. ആരാണെന്ന് ആലോചിക്കണം കേട്ടോ. 45 years അത് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അവർക്ക് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് 3 മാസമായിട്ടുള്ള ഒരു പുതിയ കോർപ്പറേഷൻ്റെ ഭരണമുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളുടെ തലയിലോട്ട് ഇവർ ആ പ്രോബ്ലം ചാർത്തി കൊടുത്തത്. പിന്നെ ട്രിവാൻഡ്രത്തെ വെള്ളക്കെട്ട് എഗൈൻ ഞാനൊക്കെ ഐ തിങ്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2014 കാലഘട്ടത്തിലൊക്കെ ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ടുള്ള ഒരാളാണ്. അന്നും തമ്പാനൂർ ആ ഭാഗത്ത് വെള്ളമൊക്കെ കെട്ടുകയും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലേ. അപ്പം അന്ന് ഉള്ള അതേ വെള്ളക്കെട്ട് ഇപ്പം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ഇവരുടെ സീനിയർ നേതാക്കളായിട്ടുള്ള ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ BJPക്കെതിരെ പോസ്റ്റ് ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ആൾക്കാർ അതിനനുസരിച്ച് തിരിച്ച് ട്രോളും കൊടുത്തിട്ടുണ്ട്. 45 കൊല്ലം നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റാണ്ടിരുന്നതാണോ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ള ഇവർക്ക് റെഡിയാക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരൊക്കെ ചോറാണ് കഴിക്കുന്നത്. നിങ്ങളെ നേതാക്കന്മാർ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പം അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ സത്യപ്രതിജ്ഞയുടെ പേരും പറഞ്ഞിട്ട് ഇവർ വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ മൊത്തം ടോട്ടൽ എന്നും പ്രശ്നം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലൊക്കെ ഇവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. ആൻഡ് ഇവരെന്ന് പറയുമ്പം ഞാൻ ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ മാത്രം സംശയിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് മാത്രം സംശയിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, സീറ്റ് ബാക്കിയുള്ള 50 സീറ്റ് മൊത്തത്തിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ബാക്കി എല്ലാവർക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഭരണം കിട്ടുമ്പം സ്വാഭാവികമായിട്ടും അത് അവർക്കും കൂടെ ബെനിഫിറ്റ് ആകുമല്ലോ. അതുകൊണ്ട് ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തിന് സപ്പോർട്ടാണെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയക്കാർ, അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൻ്റെ ടൂള്, അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ പെടുന്നൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കാണേണ്ടത് തിരുവനന്തപുരത്തുള്ള ജനങ്ങളും ഇവരെയൊക്കെ ഇത്രയും കാലം ഭരണത്തിലേറ്റിക്കൊണ്ടിരുന്ന മറ്റ് നാടുകളിലെ മറ്റ് ജനങ്ങളൊക്കെയാണ്. ജനങ്ങളുടെ മാൻഡേറ്റിനെ സത്യം പറഞ്ഞാൽ ഇവരൊരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് ഒരാൾക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രോബ്ലംസ്, എന്തൊക്കെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് നമ്മൾ ഫെയിലായത്, നമ്മൾ നല്ല അഴിമതിയുള്ള ആൾക്കാരായിരുന്നു, ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്കും പാർട്ടികൾക്കൊക്കെ വേണ്ടത്. അതല്ലാണ്ട് നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാനും ബഹളം വെക്കാനും ഈ സമരത്തിനും അടിക്കും പിടിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലമൊന്നുമല്ല. ഇപ്പം ജനങ്ങളും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെയാണ്. അപ്പോൾ പല നാടുകളിലും ഇത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരെയൊക്കെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പെഷ്യലി ഇപ്പം വെസ്റ്റ് ബംഗാളിൽ TMCയുടെ ആൾക്കാരനോട് അതിൻ്റെ വലിയ നേതാക്കളുടെ അടക്കം ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് അക്രമത്തിലോട്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ ദയവ് ചെയ്ത് മാൻഡേറ്റ് കിട്ടാണ്ടിരുന്ന പാർട്ടി പ്രവർത്തകർ എത്തിക്കരുത്. ഭരിക്കുന്നവരെ ഭരിക്കാൻ വിടുക. അതല്ല എന്നാണെങ്കിൽ ജനങ്ങളുടെ മാൻഡേറ്റിനെ നിങ്ങൾ ഒരു തരത്തിലും മാനിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ
അതിനനുസരിച്ചിട്ടുള്ള കോൺസിക്വൻസസ് നിങ്ങൾക്കുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പം ചില ദൈവങ്ങളോട് നിങ്ങൾക്ക് പ്രശ്നവും ബാക്കി ദൈവങ്ങളുടെ പേരിനോട് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചില ഇരട്ടത്താപ്പുകളും ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള വിരോധം കുത്തിവെച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മാത്രമല്ല, അത്തരത്തിലുള്ള വികാരങ്ങളുടെയും ആ ഒരു വിരോധത്തിൻ്റെയൊക്കെ പുറത്ത് നാളെ ഒരു സുപ്രഭാതത്തിൽ അവർ മാറ്റിക്കുത്താനും മാറ്റി ചിന്തിക്കാനൊക്കെ തീരുമാനിച്ചാൽ വീണ്ടും BJP പോലുള്ള പാർട്ടികൾ ഇവിടെ വളരും. അപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് മാൻഡേറ്റ് ആയിരിക്കും ജനങ്ങളുടെ. അപ്പം നിങ്ങൾ ഇവിടെ ചരിത്രത്തിൽ നിങ്ങളിങ്ങനെ ഇല്ലാണ്ടായിട്ട് പോകുന്നൊരു കാഴ്ചയും വേറെ ആൾക്കാർ വളർന്ന് വരുന്നൊരു കാഴ്ചയൊക്കെയാണ് ഐ വിറ്റ്നസ്സുകളായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്ത് അവനവനുള്ള വില കളയരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ടും ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നത്.